ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ചെറുപയർ പരിപ്പിൻ്റെ പായസമാണ് കാണിക്കുന്നത്. പ്രഥമൻ. ഇത് എൻ്റെ ഫേവറേറ്റ് പായസം കൂടിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പായസമാണ്. അപ്പോൾ ഒരുപാട് സമയമെടുത്ത് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടാലോ. അപ്പോൾ അതിനാദ്യം ചെറുപയർ പരിപ്പ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ പരിപ്പൊന്ന് നമുക്ക് വറുത്തെടുക്കണം. കഴുകുന്നതിന് മുമ്പാണ് വറുത്തെടുക്കുന്നത്. ഇതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ചേഞ്ച് ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു സ്മെല്ല് വരും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇവ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ടൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ പയറിൻ്റെ കുറച്ച് മുകളിലായിട്ട് വെള്ളം വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇതൊരു 4 വിസിൽ വരുന്നവരെ ഒന്ന് വേവിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കണം. ഇതിലേക്ക് നല്ലോണം മധുരം പിടിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം, മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഇടയ്ക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ചെറിയൊരു തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിലേക്ക് നല്ലോണം മധുരം പിടിക്കണം. അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് ജീരകവും ചുക്കും പൊടിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് പിന്നെ കുറച്ച് ഏലക്കായ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ 2ാം പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്, തേങ്ങാപ്പാലിൻ്റെ. അപ്പോൾ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പയർ സെപ്പറേറ്റ് കുക്കറിൽ വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ തേങ്ങാപ്പാലിൻ്റെയും വെല്ലത്തിൻ്റെയൊക്കെ മധുരം അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ സ്റ്റേജിലും ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ 2ാം പാലിൽ കിടന്നിട്ട് ഇതൊന്ന് നന്നായി കുറുകി വരണം. കൈവെക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1ാം പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ചേർക്കുമ്പോൾ ചിലർ തിളപ്പിക്കൂല. പക്ഷെ തിളപ്പിക്കാതെ ഇരുന്നാൽ ടേസ്റ്റ് കൂടും. പക്ഷെ പെട്ടെന്ന് പായസം കേടുവരും, തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ. അപ്പോൾ തിളപ്പിച്ചെടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ 1ാം പാൽ ചേർക്കുന്ന സമയത്ത് മധുരത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ 2-3 സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് കൂടി ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും തേങ്ങാക്കൊത്തും കൂടി ഒരു നെയ്യിലൊന്ന് വറുത്തെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യോട് കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്, പ്രഥമൻ. ഇത് തണുത്തിട്ട് കഴിക്കാനും വളരെ ടേസ്റ്റാണ്. തണുത്താലാണ് കൂടുതൽ ടേസ്റ്റ്. അധിക ആളുകൾക്കും ഇഷ്ടമുള്ള ഒരു പായസമാണ് പ്രഥമൻ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന രീതിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ.